മണിക്കതിർക്കിനാവു കണ്ടുവോ എന്ത് വേണം? എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? ഞാൻ കേട്ടതെല്ലാം തെറ്റാണ്. നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് അല്ലേ? അതെ, 100% അതാണ് സത്യം. അമ്മ വിചാരിക്കും പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ മോളുടെ മുഖം കണ്ട അവൾ ഇവിടുത്തെ ചോരയല്ലെന്ന് പറയാൻ പറ്റുമോ അമ്മയ്ക്ക്? പറ്റും. 100% എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നിന്റെ തലയാണ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് എന്റെ മോനും അതിൽ പങ്കുവഹിച്ചിട്ടുണ്ടാവും. പിന്നെ മറ്റാരൊക്കെ ഇതിൽ സഹകരിച്ചെന്ന് എനിക്കറിയണം. പക്ഷെ നീ അറിയാതെ ഒന്നും നടക്കില്ല. കാരണം പ്രസവിച്ചത് നീയാണ്. ദൈവമേ, എന്ത് പറഞ്ഞ ഞാൻ എന്നെ വിശ്വസിപ്പിക്കേണ്ടത്? ഒന്ന് മാത്രം നീ പറഞ്ഞാ മതി. നിനക്ക് പറഞ്ഞ കുഞ്ഞെവിടെ? എന്റെ മരണം കഴിയുന്നവരെ അവനെ വളർത്താൻ ആരെയും നീ ഏൽപ്പിച്ചിരിക്കുന്നെ? നീ പറഞ്ഞില്ലെങ്കിലും ഞാനത് കണ്ടെത്തും. പിന്നെ നിന്നെ ഏതു വിധത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം.
നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പൊട്ടിത്തെറിയ ഇന്ന് വൈകുന്നേരം നമ്മുടെ വീട്ടിലുണ്ടായത്. ലോകത്ത് ഒരിടത്തും നടക്കാൻ പാടില്ലാത്ത സംഭവം. ഈ റൂമർ എവിടെ നിന്നുണ്ടായി? എന്തിനു വേണ്ടി? എന്താ മിണ്ടാത്തത്? ഞാൻ അമ്മയെ കണ്ട് സംസാരിച്ചു. അമ്മ അത് തന്നെ വിശ്വസിക്കുന്നു. മറിച്ച് ചിന്തിക്കാനും അവർക്ക് വയ്യ. നമുക്ക് പിറന്ന ആൺകുഞ്ഞിനെ വളർത്താനായി മറ്റാരെ ഏൽപ്പിച്ചിരിക്കത്രേ. അമ്മയുടെ മരണശേഷം അവനെ തിരിച്ചു കൊണ്ടുവരാനാ നമ്മുടെ പ്ലാൻ. നമ്മുടെ അല്ല, എന്റെ പ്ലാൻ. ശശിയേട്ടനോട് അപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അമ്മയ്ക്ക്. എന്നെ ഒരുപാട് ആക്ഷേപിച്ച് കുറ്റപ്പെടുത്തി. അതൊന്നും എന്നെ വേദനിപ്പിച്ചില്ല. നമ്മുടെ മോളെ അറുപ്പോടും വെറുപ്പോടും കൂടി അമ്മ നോക്കുന്നത് ഞാൻ കണ്ടു. പാല് കൊടുക്കാൻ പോലും എനിക്ക് വിട്ടുതരാതെ 24 മണിക്കൂറും കൊഞ്ചിച്ചും ലാളിച്ചും അവളെ കൊണ്ടു നടന്നിരുന്നല്ലേ അമ്മ. അപ്പോ അത്രയ്ക്ക് പകയും വൈരാഗ്യം അമ്മയുടെ ഉള്ളിലുണ്ട്. അവരെ ഈ വിധത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് മാറ്റിയെടുക്കണമെങ്കിൽ ആർക്കായിരിക്കും ശശിയേട്ടാ ഇത്രയും വലിയ ശത്രുത നമ്മളോട്? തെറ്റിദ്ധാരണയാണെന്ന് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? പിന്നെ ഇന്ന് നടന്ന പോലെ അത്രയ്ക്ക് എക്സ്ട്രീമായി പൊട്ടിത്തെറിച്ച് പെരുമാറണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും സത്യം അമ്മയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കും. എന്ത് സത്യം? പറയാ, എന്ത് സത്യം? നമ്മുടെ മോള് നമ്മുടേതല്ലെന്നോ? ആ രീതിയിൽ ചിന്തിക്കാൻ എനിക്കും ധൈര്യമില്ല. ഒരിക്കലും അങ്ങനെ ഒന്നും ആവരുതെന്ന് എന്റെ പ്രാർത്ഥന. വയ്യ, ഓർക്കാൻ പോലും വയ്യ. എന്തായാലും ഞാൻ ഒന്നും തീരുമാനിച്ചു. അമ്മ പറഞ്ഞ വഴി നേരിട്ടൊരു അന്വേഷണം. അപ്പോൾ സത്യം തെളിയും. അതെ, അങ്ങനെ തന്നെ വേണം. അല്ലാതെ പെണ്ണ് പോകുന്നത് കണ്ട് അവക്ക് അടയിരിക്കല്ല വേണ്ടത്. പോയ തലമുറയിലൊന്നും പെൺകോന്തമാരെ ജീവിച്ചിട്ടുള്ളവരല്ല ദേവമംഗലത്തെ ആണുങ്ങള്. ചെന്ന് അന്വേഷിച്ചു വാ. ഞാൻ പറഞ്ഞതിൽ നിന്നും കടുകട് വ്യത്യാസം ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന് ധൈര്യമായിട്ട് നിനക്കെന്റെ തല കൊയ്യാം. കേട്ടില്ലേ, കരയുന്നു. വല്ലവന്റെ വിത്താണെങ്കിലും ചെന്ന് പാല് കൊടുക്ക്. May I come in? Yes, come in. ഇരിക്കൂ. പേഷ്യൻസിന് തിരക്കൊഴിട്ടെന്ന് കരുതി കുറച്ചു നേരം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. ഡോക്ടർക്ക് എന്നെ ഓർമ്മയുണ്ടോ? സോറി, പെട്ടെന്ന് അങ്ങോട്ട്. ഓക്കെ, മറന്നുപോയ സ്ഥിതിക്ക് ഞാൻ തന്നെ പറയാം. ഐ ആം ശശികുമാർ. എൻ്റെ വൈഫ് ശ്യാമ ഡോക്ടറുടെ പേഷ്യൻ്റ് ആയിരുന്നു. ഐ മീൻ പ്രഗ്നൻസി മുതൽ ഡെലിവറി വരെ അറ്റൻഡ് ചെയ്തത് ഡോക്ടറായിരുന്നു. ഓ, അത് ശരി. കണ്ടാൽ ഒരുപക്ഷെ എനിക്ക് ഓർമ്മ വന്നേക്കും. നേരിട്ട് ഒരിക്കൽ കൂടി കണ്ടില്ലെങ്കിലും ഡോക്ടർക്ക് ആ ഡെലിവറി കേസ് അത്ര എളുപ്പത്തിൽ മറക്കാൻ കഴിയില്ല. എന്താ, ശരിയല്ലേ ഡോക്ടർ? വാട്ട് യു മീൻ? വ്യക്തമായി പറയാം. കഴിഞ്ഞ വർഷം ഇതേ സമയത്തായിരുന്നു എൻ്റെ വൈഫ് ശ്യാമയുടെ ഡെലിവറി. ഡോക്ടറുടെ മേൽനോട്ടത്തിൽ വിജയശ്രീ ഹോസ്പിറ്റലിൽ വെച്ച്. ശ്യാമ പ്രസവിച്ചത് ഒരു ആൺകുഞ്ഞിനായിരുന്നു. പക്ഷെ സ്വന്തം കുഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ അവളെ ഏൽപ്പിച്ച ഒരു പെൺകുഞ്ഞിനെ. ആ കൈമാറ്റം നടന്നത് ഡോക്ടറുടെ പൂർണ്ണ അറിവോടെയായിരുന്നെന്ന് എനിക്ക് വ്യക്തം. നോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഡോക്ടർക്ക് ഇക്കാര്യം ഇപ്പം നിഷേധിക്കാം, ശക്തിയുക്തം നിഷേധിക്കാം. പക്ഷെ ഇത് തെളിയിക്കാൻ പോകാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം വരെ ഞാൻ പോകും. എന്ത് വില കൊടുത്തും. അന്ന് നോ എന്ന് തറപ്പിച്ച് പറയാൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ മുഖം മതിയാവില്ല ഡോക്ടർ. വരട്ടെ. മിസ്റ്റർ ശശികുമാർ, എത്ര മറയ്ക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങളുടെ മുഖത്ത് തെളിയുന്ന ഈ കുറ്റബോധം മാത്രം മതി ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് തെളിയിക്കാൻ. പറ, എനിക്കറിയണം നിങ്ങൾ എന്തിനു ചെയ്തെന്ന്, ആരാണ് ഈ ചതിയുടെ പിന്നിലെന്ന്. ശശി പറഞ്ഞതൊക്കെ സത്യമാണ്. ശ്യാമ ഒരു ആൺകുട്ടിയാണ് പ്രസവിച്ചത്. പ്രസവവേദന അനുഭവിച്ചറിഞ്ഞ ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നു. പണത്തിനോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടിയല്ല. ജീവിതത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ എന്നെ രക്ഷിച്ച ഒരു സ്ത്രീയുടെ കണ്ണീരിന് മുന്നിൽ
അവരോടുള്ള കടപ്പാടിന് മുന്നിൽ എനിക്ക് കുറച്ചു നേരത്തേക്ക് എന്നെയും എന്റെ തൊഴിലിന്റെ എത്തിക്സിനെയും മറക്കേണ്ടി വന്നു. ഞാനത് ചെയ്തു, ചെയ്യേണ്ടി വന്നു. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? അതാ എനിക്കറിയേണ്ടത്. ശ്യാമയുടെ അമ്മ ജാനകി അമ്മയ്ക്ക് വേണ്ടി. ശ്യാമയ്ക്ക് പിറക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണെന്നറിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെപ്പറ്റി ജാനകി എന്നോട് പറഞ്ഞിരുന്നു. ആരെയും വേദനിപ്പിക്കാതെ അതിന് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പരിഹാരം പിന്നെ ഇത് മാത്രമായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഈ തെറ്റുകളൊക്കെ തിരുത്താൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിൽ ജാനകിയുടെ ആ അപേക്ഷ എനിക്ക് സ്വീകരിക്കേണ്ടി വന്നു. ചെയ്തു പോയ അപരാധത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിയപ്പോഴേക്കും വല്ലാതെ വൈകിപ്പോയി. ഒരിക്കലും തിരുത്താൻ കഴിയാത്തൊരു തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയാം. ഇതൊക്കെ നിങ്ങളോടിപ്പോ തുറന്നു പറയുന്നത് ഭീഷണി കേട്ട് പേടിച്ചിട്ടല്ല. ഓരോ നിമിഷത്തിലും മനസ്സിനെ എരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധർമ്മസങ്കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രം. ഇനി ശശിക്ക് എന്റെ പേരിൽ കേസ് കൊടുക്കുകയോ കോടതിയിൽ കയറ്റുകയോ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ അതിന് ഞാൻ ഉണ്ടാവുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ഭീഷണിയല്ല, ചെയ്ത തെറ്റിന് സ്വയം വിധിക്കുന്ന പിഴ, അങ്ങനെ കരുതിയാൽ മതി. എന്റെ കുഞ്ഞ് അവനിപ്പോ എവിടെ ഉണ്ട് ഡോക്ടർ? പ്ലീസ്, അത്രയെങ്കിലും ദയ എന്നോട് കാട്ടണം. നിങ്ങളിപ്പോ വളർത്തുന്ന കുഞ്ഞിനെ പോലെ ഒരുപക്ഷെ അതിനേക്കാൾ നല്ല നിലയിൽ ആ കുഞ്ഞ് വളർന്നുണ്ടാവും. അത്ര അറിഞ്ഞ പോരെ ശശിക്ക്? പോരാ, അവൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയണം. ദൂരെ നിന്നെങ്കിൽ എനിക്ക് അവനൊന്ന് കാണണം. സ്മൃതി നഗറിലെ കോൺട്രാക്ടർ നന്ദകുമാറിന്റെ വീട്ടിൽ. ആര്? ക്ഷമിക്കണം, ആര്? മനസ്സിലായില്ല. ഞാൻ ശശികുമാർ, ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്നു. മോന്റെ പേരെന്താ? കണ്ണൻ. നന്ദേട്ടനെ കാണാമെന്നാണോ? അതെ, മിസ്റ്റർ നന്ദകുമാർ. നന്ദേട്ടൻ വർക്ക് സൈറ്റില്ല. നമ്പറില്ലേ കയ്യിൽ? ഇല്ല, ഞാൻ കരുതി ഇവിടെ ഉണ്ടാവുന്നു. സാരല്ലേ, സൈറ്റ് എവിടെയെന്ന് പറഞ്ഞാ ഞാൻ പോയി കണ്ടോളാം. അതിപ്പോ 2-3 വർക്ക് ഒരേ സമയം നടക്കുന്നുണ്ട്, എവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ആ 1 മിനിറ്റ്, ഞാൻ കാർഡ് തരാം. എവിടെയാണെന്ന് വെച്ചാ വിളിച്ചിട്ട് ചെന്നോളൂ. മൊബൈലിൽ കിട്ടിയില്ലെങ്കിൽ ഓഫീസ് നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ശരി. എന്താ? ഏയ് ഒന്നുമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശശി, എന്താ പോയിട്ട് തിരക്കി അറിഞ്ഞോ? ഞാൻ പറഞ്ഞത് നേരെ നുണയോ? നേരാ. നല്ലവണ്ണം ബോധ്യപ്പെട്ടതാണല്ലോ. പൊയ്ക്കോ.
ശശിയേട്ടാ അന്വേഷിച്ചറിഞ്ഞോ? ഉം. ആരെയൊക്കെ കണ്ടു? ഡോക്ടർ എലിസബത്ത്, പിന്നെ നന്ദകുമാറിന്റെ വീട്ടിലും പോയി. ആരെ ഈ നന്ദകുമാർ? നമ്മുടെ മോൻ അയാളുടെ മകനായിട്ടാ വളരുന്നത്. ഞാൻ അവൻ അടുത്ത് നിന്ന് കണ്ടു. ഈശ്വര, അവന് നിന്റെ ചായ പറിച്ചെടുത്ത് വെച്ചതുപോലെ. അപ്പോ നമ്മുടെ മോള് നമുക്ക് ജനിച്ചതല്ല. സിറ്റിയിലെ കോൺട്രാക്ടറായ നന്ദകുമാറും ഭാര്യ ജ്യോതിയുമാണ് അവളുടെ അച്ഛനും അമ്മയും. അല്ല, ശശിയേട്ടനെ ആരൊക്കെയോ ചേർന്ന് പറഞ്ഞു പറ്റിച്ചതാ. അല്ല, ഡോക്ടർ എലിസബത്ത് എന്നോടെല്ലാം സമ്മതിച്ചു. ഞാൻ വിശ്വസിക്കില്ല. അവൾ എന്റെ മോള് തന്നെയാ. പ്രസവിച്ച് ബോധം തെളിഞ്ഞത് മുതൽ അവൾ എന്റെ അരികിലുണ്ട്. ഞാൻ അവളുടെ അമ്മ. ഒരേ ചൂട ഞങ്ങളുടെ ചോരയ്ക്ക്. ഒരാൾക്ക് ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. ശ്യാമേം, റിലാക്സ്. നീ സമാധാനിക്കേ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാവരും ചേർന്ന് നാടകം കളിക്കുക, എന്നെ മോളെ നശിപ്പിക്കാൻ ശ്രമിക്കുക. അത് നടക്കില്ല, അനുവദിക്കില്ല ഞാൻ. ശ്യാമേ, പ്ലീസ്. ആരാ നിന്നെ മോളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഞാനോ? ഈ വീട്ടിൽ ഒരാളും നിന്നെ മോളെ ഉപദ്രവിക്കില്ല. ഞാൻ വാക്ക് തരുന്നു. ഇത് നമ്മുടെ മാത്രം ലൈഫിന്റെ പ്രശ്നമാണ്. ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ട വിഷയം. അതിനിടയ്ക്ക് നീ ഇങ്ങനെ ആയാലോ? എനിക്ക് ജനിച്ചതെന്ന് കരുതി സ്നേഹിച്ചു വളർത്തിയ പൊന്നുമോൾ എന്റെതല്ലെന്നറിഞ്ഞ എനിക്ക് വിഷമമില്ലേ? എലിസബത്തിനോട് വിവരങ്ങൾ തിരക്കുമ്പോൾ കേട്ടതൊന്നും വാസ്തവായിരിക്കരുതെന്ന് മനസ്സിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. അതറിയോ നിനക്ക്? വീട്ടിലെത്തി ആ വേദന നിന്നോട് ഷെയർ ചെയ്യാൻ വന്നപ്പോ ഞാനൊരു മനുഷ്യനാ. അങ്ങനെ എന്ത് താങ്ങാനുള്ള കരുത്തൊന്നും എന്റെ മനസ്സിനില്ല. സോറി, റിയലി സോറി. പെട്ടെന്ന് കേട്ടപ്പോ നിയന്ത്രിക്കാനായില്ല, അതുകൊണ്ടാ. ശശിയേട്ടൻ പറ, ഞാൻ കേൾക്കാം. ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളതിന് എന്നെ സംബന്ധിച്ച് സംശയങ്ങൾ ബാക്കിയില്ല. കാരണം ചെയ്തവരും പ്രേരിപ്പിച്ചവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരായി തന്നെ. പ്രേരിപ്പിച്ചവരോ? നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ടോ? അതെ. ആരാ അത്? നിന്റെ അമ്മ. മോളെ, നീ തനിച്ചാണോ വന്നേ? മോളെവിടെ? കൊണ്ടുവന്നില്ല. ഹായ് ശ്യാമേച്ചി, ഇതെന്താ പെട്ടെന്നൊരു വരവ്? ശശിയേട്ടൻ അമ്മൂട്ടി എവിടെ? ഞാൻ തനിച്ചാ വന്നത്. അമ്മ എവിടെ? അടുക്കളയിലുണ്ട്. അതെന്താ വന്നപാട് ചേച്ചി അമ്മയെ തിരക്കുന്നേ? വിശേഷം വല്ലതും ഉണ്ടോ? അല്ല, അമ്മുവിന്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നിട്ടുണ്ടാവൂല്ലേ? ആ ദേ, ഞാനിത് അച്ഛനോടുത്തിട്ട് ഇപ്പൊ വരാം കേട്ടോ. ആഹാ, ഇവളിത് ആരോടാ സംസാരിക്കുന്നതെന്ന് നോക്കുകയായിരുന്നു. നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ മോളെ? ലീവ് എടുത്തു. ബർത്ത്ഡേ കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ ലീവ്? എന്തു പറ്റി? ചേച്ചി എന്താകെ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, നീ പോയിരുന്നു പഠിക്ക. എനിക്ക് അമ്മയോട് ചിലത് സംസാരിക്കാനുണ്ട്. എന്താ മോളെ? നീ ചെല്ല. എന്താ മോളെ? ശശിയുടെ അമ്മ എന്തെങ്കിലും? ശശിയേട്ടന്റെ അമ്മയല്ല, എന്റെ അമ്മ ചെയ്ത കാര്യങ്ങളാ എനിക്കറിയേണ്ടത്. ഞാനോ? ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? വേണ്ട, ഒന്നും എന്നോട് ഒളിക്കണ്ട. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. നീ എന്തറിഞ്ഞെന്നാ? എന്താ കാര്യം വെച്ചാ തുറന്നു പറ. ഇങ്ങനെ കൊത്തിയും കൊളുത്തിയും പറഞ്ഞ് എന്നെ കൂടെ നീ ആദ്യം കേട്ടല്ലേ മോളെ? തെളിച്ചു പറയാൻ തന്നെയാ ഞാൻ വന്നത്. അമ്മയുടെ നാവിൽ തന്നെ എനിക്കത് കേൾക്കണം. എങ്കിലേ എനിക്ക് വിശ്വാസമാവും. അമ്മ എനിക്ക് ജനിച്ച കുഞ്ഞല്ലേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അമ്മ എന്റെ സ്വന്തം കുഞ്ഞല്ലേന്ന്. എന്താ മോളെ നീ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്?
അമ്മു നിന്റെ മോളല്ലാതെ പിന്നെ അമ്മക്കെന്താ അത് ഉറപ്പിച്ചു പറയാൻ ഇത്ര വിഷമം? പ്രസവ ദിവസം ആ ഹോസ്പിറ്റലിൽ നടന്ന എന്താണെന്ന് എനിക്കറിയണം. എനിക്കത് അറിഞ്ഞേ പറ്റൂ. എനിക്ക് ജനിച്ചത് ആൺകുഞ്ഞായിരുന്നില്ലേ? അല്ലെന്ന്. അപ്പോ എന്നെ ചതിക്കായിരുന്നല്ലേ? അമ്മയാണ് ഇതിന് പിന്നിലെന്ന് ശശിയേട്ടൻ പറഞ്ഞപ്പോ അതൊക്കെ കള്ളമായിരിക്കണേന്ന് സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചവളാ ഞാൻ. പക്ഷേ ഇപ്പൊ എനിക്കെല്ലാം ബോധ്യായി. അങ്ങനെയല്ല മോളെ, നിനക്ക് പറഞ്ഞ ആൺകുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്. ആ കുഞ്ഞിനെയും കൊണ്ട് നീ ശശിയുടെ വീട്ടിലേക്ക് എന്നാ അത് നിന്റെ ശശിയുടെ മാത്രമല്ല ആ കുഞ്ഞിന്റെ ജീവിതത്തെ കൂടെ ബാധിക്കുമെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ ഡോക്ടറുടെ കാല് പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തത്. മഹാപാപമാണെന്ന് അറിഞ്ഞിട്ടും എല്ലാം നിന്റെ നന്മ കരുതി മാത്രമാ. എന്റെ നന്മ കരുതിയോ? അതിനുവേണ്ടി ഇങ്ങനൊരു പാതകം ചെയ്യണമായിരുന്നോ? 10 മാസം ചുമന്ന് നൊന്തുപറ്റ കുഞ്ഞിനെ മാറ്റിട്ട് വേണോ എന്നെ രക്ഷിക്കാൻ? എന്നാ കേട്ടോ, അമ്മയ്ക്ക് എന്നെ രക്ഷിക്കാനായില്ല. എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അമ്മ എന്റെ കുഞ്ഞല്ലെന്നും എനിക്ക് ജനിച്ചത് ആൺകുഞ്ഞാണെന്നും ആദ്യം അറിഞ്ഞത് ശശിയേട്ടന്റെ അമ്മയാ. മോളെ വിളിക്കരുത് എന്നെ അങ്ങനെ. ഞാൻ നിങ്ങളുടെ മോളല്ല, ആരുമല്ല. ഈ വീടിന് വേണ്ടി എന്നും ഞാൻ ജീവിച്ചിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബിനിയായിട്ടും ഞാൻ ഇവിടെ ഉള്ളവരെ മറന്നു. കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ചില്ലി കാശ് പോലും എടുക്കാതെ അത് ഞാൻ ഇവിടെ ഏൽപ്പിക്കുമായിരുന്നില്ലേ? എന്നിട്ടും എല്ലാരും കൂടി എന്നെ മതിയായി. എനിക്ക് സ്നേഹിച്ചവരിൽ നിന്നും എനിക്കിത് തന്നെ കിട്ടണം. എന്റെ ജീവിതം തകർത്തപ്പോ സമാധാനമായല്ലോ എല്ലാവർക്കും. ഇപ്പൊ തൃപ്തിയായില്ലേ? ചേച്ചി, എനിക്കിതേപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു ചേച്ചി. സത്യമായിട്ടും അറിയില്ലായിരുന്നു. കൺമണിക്കിളി പൊന്നിളം കിളി രാരിരാരിരോ രാരിരാരിരോ. കുടുംബിനി നിങ്ങൾക്കായി